ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ഈവനിങ് വ്ലോഗ് കണ്ടാലോ? വൈകിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ വിളക്കൊക്കെ വെക്കുവാണ്. ഒരു 6-6:30 ആയിട്ടുണ്ടാവും സമയം. വിളക്കൊക്കെ വെച്ച് ദൈവത്തിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് പിന്നെ ഇതാണ് നമ്മുടെ പൂജാമുറി കേട്ടോ. എല്ലാവരും ഉണ്ട്. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് ഇലയുടെ കഴിക്കാൻ തോന്നി. നിങ്ങൾ വിചാരിക്കും ഈ കുട്ടി വാഴയിൽ നിന്ന് എന്തിനാണ് ഇല മുറിക്കുന്നത്? എൻ്റെ വാഴ ആരോ ഇന്ന് ചവിട്ടി നശിപ്പിച്ചു, ആരാന്നറിയില്ല. അങ്ങനെ വാഴയിലൊക്കെ മുറിച്ചിട്ട് വന്ന് വിഷ്ണുവിൻ്റെ ഇലയൊക്കെ എനിക്ക് ക്ലീനാക്കി തന്നു, തേങ്ങയൊക്കെ തിരുമ്മി തന്നു. അങ്ങനെ അവിടെ ഞാൻ ഇലയടയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങ നന്നായിട്ട് തിരുങ്ങിയതും പിന്നെ ശർക്കര പൊടിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഏലക്കായും നെയ്യൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് എൻ്റെ ഉപ്പ് ബോട്ടിലെല്ലാം കാലിയായത് നോക്കിയത്. ഞാൻ ആ ഉപ്പെല്ലാം പിന്നെ എല്ലാത്തിലും ഫില്ല് ചെയ്ത് വെച്ചു. ഞാൻ കുട്ടി കുട്ടി ഭരണി, എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടിയതാട്ടോ ഈ ഭരണി. അതിലാണ് ഞാൻ ഉപ്പും പഞ്ചസാരയൊക്കെ ഇട്ടേക്കുന്നത്. അങ്ങനെ അതെല്ലാം ഞാൻ ഫില്ല് ചെയ്ത് വെച്ചു. പിന്നെ നമുക്ക് മാവ് കുഴയ്ക്കാം. ഇലയടയ്ക്കുള്ള ഒരു അരിപ്പൊടിയിലിട്ട് കുറച്ച് ഉപ്പിട്ടു. പിന്നെ വെള്ളം ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാവ് നന്നായിട്ട് അങ്ങനെ കുഴച്ച് മാറ്റി ഞാൻ വെച്ചിട്ടുണ്ടേ. നന്നായിട്ട് കുഴച്ചു. അങ്ങനെ അത് മാറ്റി വെച്ചു. പിന്നെ അതിനോട്ടുള്ള കൂട്ട് നമുക്ക് തയ്യാറാക്കാം. അതിലേക്ക് നന്നായി നെയ്യ് ഒഴിച്ചു. പിന്നെ നമ്മളെടുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടു. പിന്നെ അത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് ഞാൻ നമ്മുടെ ഏലക്ക എടുത്ത് വെച്ചില്ലേ, അത് ഇടികല്ലിലിട്ട് ജസ്റ്റ് പൊടിച്ച് വെച്ചിട്ടുണ്ട്, ചതച്ച് വെച്ചു. അങ്ങനെ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഫ്രൈ ആയതിലോട്ട് നമ്മൾ തേങ്ങ തിരുമ്മി വെച്ചത് ഇട്ടു. അതിട്ട സമയത്തിന് അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ശർക്കര ഇട്ടു. ആ ശർക്കര ഇട്ട വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, അത് പോയി എവിടോ. അങ്ങനെ ശർക്കര ഇട്ടു. അങ്ങനെ നമ്മൾ ഇതിൻ്റെ കൂട്ടൊക്കെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഈ സമയത്ത്, നെയ്യുടെ ഇതിൻ്റെയൊക്കെ കൂടെ. ആ സമയത്താണ് നമ്മുടെ മാധുവിൻ്റെ മീൻ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നത്. അതിന് വിഷ്ണുവിൻ്റെ വെള്ളമൊക്കെ മാറ്റിക്കൊടുത്തു. വെള്ളം മാറ്റിയപ്പോൾ അവന് ഒരുപാട് സന്തോഷമായി. അവൻ ദാ വന്ന് നോക്കുന്നുണ്ടോ. അങ്ങനെ അതിൻ്റെ വെള്ളമൊക്കെ മാറ്റി വിഷ്ണുവേട്ടൻ വെച്ചു. പിന്നെ ഇലയുടെ ഞാൻ പരത്തി ഒരു പാത്രത്തിലോട്ട് ഇലയിലോട്ട് പരത്തി മാറ്റി വെക്കുക. മാവ് നന്നായിട്ട് പരത്തി വെച്ചിട്ട് അതിലോട്ട് ശർക്കരയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ കൂട്ടവിടെ വെച്ചിട്ടില്ലേ, അതെല്ലാം കൂടെ നന്നായിട്ട് പരത്തി വെച്ചു. ഇന്നെനിക്ക് എന്തോ ഒരുപാട് വിഷമമായിപ്പോയി. അമ്മയൊക്കെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന 2 വാഴയാണ്. എങ്ങനെയാണെന്നറിയാൻ പാടില്ല, അത് 2 എണ്ണം ഉണ്ടായിരുന്നു. അത് നന്നായിട്ട് വന്നിരുന്ന വാഴ ആരോ ചവിട്ടി ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് വാഴയൊക്കെ മുറിച്ച് കളയാമെന്ന് ഓർത്തപ്പോഴാണ് അതിൻ്റെ ഇല എടുത്തിട്ട് ഇലയട ഉണ്ടാക്കുന്നു തോന്നിയത്. അങ്ങനെ അതൊക്കെ മുറിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ വിഷ്ണുവിന് എനിക്ക് കടയിൽ പോയിട്ട് വന്നപ്പോൾ ചോക്കി വാങ്ങിച്ചുകൊണ്ട് വന്നു. കൊള്ളാം. അതിനിടയ്ക്ക് അതൊക്കെ കഴിച്ചു. കുറച്ച് നേരം ഇരുന്നു. വെള്ളം ചൂടാവുന്ന സമയം കൊണ്ടാണ് ഞാൻ ചോക്കിയൊക്കെ കഴിച്ചത്. പിന്നെ വെള്ളം ചൂടായി. ഇഡ്ഡലി തട്ടിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇലയുടെ. അപ്പോഴത്തേക്ക് ഞാൻ വാഴയിലയിലോട്ട് പരത്തി വെച്ചിട്ടുള്ള സാധനം അത് ഞാൻ ഇഡ്ഡലി തട്ടിലോട്ട് എല്ലാം പറക്കി വെക്കുക. എല്ലാം പറക്കി വെച്ചതിന് ശേഷം എല്ലാം പറക്കി അതിലോട്ട് വെച്ചു. പിന്നെ അത് അടച്ചു വെച്ചു. ഒരു 10-20 മിനിറ്റ് കുറച്ച് നേരം അത് അടച്ചു വെച്ചിട്ടുണ്ട്, വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, വേവാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് അടച്ചു വെച്ചു. ആ സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചു, നമ്മൾ അവിടേക്ക് ഒന്ന് അടുക്കി ഒതുക്കി എല്ലാം പറക്കി ഒതുക്കി വെച്ചു. ആ സമയത്ത് മഞ്ചേച്ചി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കുറച്ച് ചിപ്സ് ഇരിപ്പുണ്ടായിരുന്നു, ചക്ക ഉപ്പേരി. അങ്ങനെ ചക്ക ഉപ്പേരിയൊക്കെ കഴിച്ചു. കുറച്ച് നേരം എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് നിന്നു. എന്താണെന്നറിയാൻ പാടില്ല, എന്തൊക്കെയോ കുറച്ച് നേരം ആലോചിച്ചു നിന്നു. പിന്നെ ആലോചിച്ചപ്പോഴാണ് കുറച്ച് പാത്രം അവിടെ കിടപ്പുണ്ട്, അതെല്ലാം കഴുകി വെക്കാമെന്ന് വിചാരിച്ചത്. ഇതിന് വേണ്ടിയിട്ട് എടുത്ത പാത്രങ്ങളെല്ലാം ഞാൻ ആ സമയം കൊണ്ട് കഴുകി വെച്ചു. അപ്പോഴത്തേക്ക് ആ ജോലിയെല്ലാം ഒതുങ്ങുമല്ലോ. അങ്ങനെ എല്ലാ പാത്രവും കഴുകി എല്ലാം വെച്ചു. ഇന്ന് എനിക്ക് ലീവായിരുന്നു. ഇന്ന് ഡ്യൂട്ടിക്ക് പോകണ്ടായിരുന്നു, ഓഫായ ദിവസമായിരുന്നു. ഇന്ന് കുറേ സമയം ഉറങ്ങി. പിന്നെ വീടെല്ലാം ക്ലീൻ ചെയ്തു. അങ്ങനെ ഇരുന്നപ്പോഴാണ് കുറച്ച് ചെടിയൊക്കെ നടാനുണ്ടായിരുന്നു. ആ ചെടിയൊക്കെ നടാമെന്ന് വിചാരിച്ച് വെളിയിലിറങ്ങിയപ്പോഴാണ് എൻ്റെ വാഴയും കുറേ ചീനിയും നായയെല്ലാം ഓടിയതാണെന്ന് എല്ലാവരും പറയുന്നു, അറിയത്തില്ല. ആരെങ്കിലും ചവിട്ടി ഓടിച്ചതാണെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ അതെല്ലാം പോയി. എൻ്റെ വിഷമത്തിൽ കുളിച്ചിട്ടൊക്കെ വന്നപ്പോഴാണ് അട ഉണ്ടാക്കാമെന്നുള്ള പ്ലാൻ വന്നത്. അപ്പോൾ ഇന്ന് ഈവനിങ് അടയാണ്. അവിടെ എല്ലാം തുടച്ചു ക്ലീനാക്കി. അപ്പോൾ ഒരു സമാധാനം. ഇനി ഇത് വേവാൻ വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലിരിക്കുക. എപ്പോൾ വേവും? ഒരു 10-15 മിനിറ്റായി. അപ്പം എന്താ ചെറിയ മണമൊക്കെ വരുന്നുണ്ട്. ഞാൻ തുറന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അയ്യോ, തുറന്ന് നോക്കാൻ പോയി കൈ പൊള്ളി. പിന്നെ ഞാൻ വേറൊരു തുണിയും കൂടെ എടുത്തിട്ട് അത് തുറന്ന് നോക്കിയപ്പം ജസ്റ്റ് വെന്തിട്ടുണ്ട്. ഞാൻ ഒരു 5 മിനിറ്റ് കൂടെ മൂടി വെച്ചു. പിന്നെ ഞാൻ വീണ്ടും തുറന്നപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. എൻ്റെ കൈ പൊള്ളി കേട്ടോ.
അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഇലയട റെഡി ആയിട്ടുണ്ട്. മണമൊക്കെ ഉണ്ട്. നെയ്യിൻ്റെ മണം കേട്ടോ നന്നായിട്ട് വരുന്നേ. അങ്ങനെ ഞാൻ ഒരു പ്ലേറ്റ് എടുത്തു. ഒരു പ്ലേറ്റിലോട്ട് ഇട്ട് നോക്കി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല മണം വരുന്നുണ്ട്. അങ്ങനെ ഇച്ചിരി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. എനിക്കിഷ്ടമായി. അപ്പം നമുക്ക് വിഷ്ണുവിനെയും കൂടെ വിളിച്ചാലോ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ കുറേ വിളിച്ചു, വരുന്നില്ല. പിന്നെ എങ്ങനെയോ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ പറഞ്ഞിട്ട് അഭിപ്രായമൊന്നുമില്ല, കൊള്ളാമെന്ന് പറഞ്ഞിട്ട് പോയി. ഇവിടെ ഒരു വീഡിയോയിലോട്ട് പിടിച്ച് നിർത്തിയിട്ട് വന്നില്ല. അങ്ങനെ ഇന്നത്തെ എൻ്റെ വ്ളോഗ് ഇത്രേ ഉള്ളൂ ഗൈസ്. ബൈ.